ശ്രീ ബേസിൽ പാറക്കുടി, ഇന്ന് മന്ത്രി വീണ ജോർജിനെതിരെ നടത്തിയത് എന്താണ് നിങ്ങൾ? അതായത് കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, അതായത് സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പോകുവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് ഒന്നങ്ങ് പോകാം. അതിലേക്ക് പോകാം. കാരണം ഈ ആരോഗ്യ മേഖലയിലെ കണക്കുകൾ നമുക്ക് പറയാം. ആ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് സംഭവിച്ചത് പറയൂ. നിങ്ങൾ എന്താണ് ഇന്ന് ആരോഗ്യമന്ത്രി ചെയ്തത്? കാര്യങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഇത് സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്, ഇത് സ്വാതന്ത്ര്യമുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഒരു സിസ്റ്റം തകരാറിലാണ്. ആ സിസ്റ്റം തകരാറിലാവുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഞങ്ങൾ KSU ഇന്ന് സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 4-5 KSUക്കാര്, കേവലം 4-5 KSUക്കാർ ഒരു പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് അവിടെ വന്നപ്പോൾ 20-30 പോരുന്ന പോലീസുകാരെ വെച്ച് പ്രതിഷേധം തീർക്കുകയും അതോടൊപ്പം തന്നെ അവർ കാര്യം കൂടി കാണിക്കുന്ന പ്രതിഷേധം കാണിക്കാൻ വന്നത് പറയുന്നത്. ഒരു കാര്യം, ഏതെങ്കിലും ഒരു KSUക്കാരന്റെ കൈ, ഏതെങ്കിലും ഒരു അംശം, ഏതെങ്കിലും ഒരു കൈ ആ വീണ ജോർജിന്റെ മേത്തൊന്ന് തൊട്ടോ? എന്തൊക്കെയാ പറഞ്ഞ? മുറിവുണ്ടാക്കി. ആ മുറിവുണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, വലിയ കാര്യത്തിൽ മുറിവുണ്ടാക്കി പറയുന്നല്ലോ. 2 ദിവസം മുമ്പ് പത്തനംതിട്ടയിൽ വെച്ച് ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വീണ ജോർജിന്റെ കഴിക്കാൻ മുറിവുണ്ട്. മുറിവൊന്നും നിങ്ങൾ അളക്കണ്ട. ഇന്ന് ആരോഗ്യമന്ത്രിക്ക് നേരെ കായികമായി നേരിടാൻ നിങ്ങൾ പോയത് എന്തിനാണ്? കരിങ്കൊടി കാണിക്കുന്നത്, മുദ്രാവാക്യം വിളിക്കുന്നത് മാധ്യമപ്രവർത്തകർ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തിൽ ഈ കപ്പൽ ആടിയുലയുകയില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞ അതേ വീണ ജോർജ് സമാധാന അന്തരീക്ഷം കെടുത്തിക്കൊണ്ട് മുങ്ങി നിൽക്കുന്ന ഈ കപ്പലിന്റെ അവസാനത്തെ ആളായിട്ട് ഈ വീണ ജോർജ് നിൽക്കുമ്പോ ഹരിയും നിന്ന് ആളെയും കടിച്ചിട്ട് ഇങ്ങനെയാണോ KSU പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് വനിതാ മന്ത്രിയെ നിങ്ങൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്? നിങ്ങൾ എന്തിനാണ് വധശ്രമത്തിന് ശ്രമിച്ചത്? ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുന്നു. ഒരു വനിതാ മന്ത്രിയെക്കെതിരെ പ്രതിഷേധമാണ് നിങ്ങൾ, കരാവാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ എന്തുകൊണ്ട് വനിതാ KSU പ്രവർത്തകർ ഇല്ലായിരുന്നു? വനിതാ KSU പ്രവർത്തകർ ആരും ഇല്ലാത്തിരുന്നത് എന്താണ് ബേസിൽ? ഞാൻ വീണ്ടും വെല്ലുവിളിച്ച് ചോദിക്കുക, ഏതെങ്കിലും ഒരു KSUക്കാരൻ ഈ വീണ ജോർജിനെ ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ വീണ ജോർജിനെ മേത്തുനിന്ന് തൊടുന്ന ഒരു വിഷ്വൽ കാണാം. ആ വിഷ്വൽ വേണമെങ്കിൽ കാണാം. ആ വിഷ്വലുണ്ട്. പിന്നെ എങ്ങനെയാണ് ആരോഗ്യമന്ത്രിക്ക് കഴുത്തിന് പരിക്ക് പറ്റിയത്? ആരോഗ്യമന്ത്രിക്ക് പോലീസിന്റെ വലയം ഭേദിച്ച് അവരുടെ അടുത്തേക്ക്, മന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നത് കാണാം. അവരുടെ കൈ മന്ത്രിയുടെ ദേഹത്തെ സ്പർശിക്കുന്ന തലത്തിലേക്ക് തന്നെയാണ് ആ ദൃശ്യങ്ങൾ. മന്ത്രിയുടെ അടുത്തേക്ക് വരുന്നതിലല്ല കാര്യം. പിന്നെ സിനിമയെ പോലെ മന്ത്രിയുടെ മേത്ത് തൊട്ടോ കഴുത്തിൽ മുറിവുണ്ടാവും. എങ്ങനെ ആ മന്ത്രി അവിടെ? ഞാനൊരു കാര്യം പറയാം. സാരി മടക്കി കുത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ മന്ത്രി കാണിച്ച അഭ്യാസം കേരളത്തിലെ ജനത കണ്ടുകൊണ്ടിരിക്കുക. ആ മന്ത്രി എന്ന് കാണിച്ച അഭ്യാസം ഇത് കൊള്ളാം കേട്ടോ. ഇത് കൊള്ളാം ബേസിൽ, ഇത് കൊള്ളാം. മന്ത്രിമാർക്ക് ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത്. ഈ രീതിയിലുള്ള സംസാരമാണ് ഈ അതിജീവിതമാരോട് കാണിച്ചതായി ഞങ്ങൾ കേട്ടത്. ഒരു മന്ത്രിയെ അതിക്രമിക്കുക, ശാരീരികമായി ആക്രമിക്കുക, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? തെളിവ് കാണിക്കാം. 2 ദിവസം മുമ്പ് പത്തനംതിട്ടയിൽ പരിപാടിയിൽ പങ്കെടുക്കുമ്പോ വീണ ജോർജിന്റെ കൈക്ക് ആ സെയിം മുറിവുണ്ട്. കൈയുടെ മുറിവല്ലല്ലോ, കൈയുടെ മുറിവ് അല്ലല്ലോ പറയുന്നത്. അവരുടെ കൈക്കും കഴുത്തിനും പരിക്കേറ്റു എന്നുള്ളതാണ്. നേരത്തെ മുറിവുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതല്ല. ജോർജിന്റെ കൈക്ക് 2 ദിവസം മുമ്പ് പത്തനംതിട്ട പരിപാടി പങ്കെടുക്കുമ്പോൾ നിങ്ങൾ റീത്ത് വെച്ചു. അതോടൊപ്പം തന്നെ വീണ ജോർജ് ഇന്ന് 2 മണിക്കൂർ മട്ടന്നൂർ പങ്കെടുത്ത പരിപാടിക്ക് അന്നും ആ സമയത്തും ഈ കൈക്ക് സെയിം മുറിവുണ്ട്. നിങ്ങൾ അതിക്രമിച്ച് കയറിയത് മുറിവിന്റെയും സാരിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്തിനാണ് അതിക്രമിച്ച് കയറിയത്? വിജിൻ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് കാര്യം പറയട്ടെ. ഇത് ഞാൻ പറയട്ടെ, സാധാരണക്കാർക്ക് ജീവിക്കാൻ രക്ഷയില്ല എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ നിങ്ങൾ കയറി ഇന്റർഫിയർ ചരിത്രത്തിലില്ലാത്ത അതിക്രമത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആരോഗ്യ രംഗത്തെ കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം.
അത് നിങ്ങളുടെ രാഷ്ട്രീയ വെർഷനല്ല. എന്തിനാണ് മന്ത്രി ആക്രമിച്ചത്? എന്തുകൊണ്ടൊരു വനിതാ മന്ത്രിയെ തടയാനെത്തിയപ്പോൾ നിങ്ങളുടെ വനിതാ പ്രവർത്തകരില്ലാത്തത് എന്താണ്? ഈ രണ്ട് ചോദ്യത്തിനും താങ്കൾ ഉത്തരം പറഞ്ഞില്ല. വനിതാ KSU പ്രവർത്തകരുണ്ടായിരുന്നോ? ബേസിൽ അങ്ങനെ ഇന്ദിരാഭവനിൽ നിന്ന് എഴുതി വെച്ചത് നിങ്ങൾ വായിച്ചോളൂ. ഞാൻ ചോദിക്കുന്ന അതല്ല. ബേസിൽ മെഡിക്കൽ കോളേജില് 13 കോടി ചികിത്സ നടത്തിയ സർക്കാർ ആശുപത്രികൾ നിങ്ങൾ എണ്ണി പറയുന്നത് വിരലിലെണ്ണാവുന്ന ചില കാര്യങ്ങളാണ്. അതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത് അതിന്റെ വഴിക്ക് പോകും. ഞാൻ പാറേക്കുടിയോട് ചോദിക്കുന്നത്, ബേസിൽ പാറേക്കുടി ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് വനിതാ മന്ത്രിയെ തടയാനെത്തിയ നിങ്ങളുടെ വനിതാ പ്രവർത്തകരില്ലായിരുന്നു? വനിതാ പ്രവർത്തകരില്ലാത്തത് എന്തുകൊണ്ട്? ഒരു വനിതാ മന്ത്രിയെ തടയാനെത്തുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ വനിതാ പ്രവർത്തകരില്ല? പ്രതിഷേധം എങ്ങനെയാണ് പോലീസിന്റെ വലയം ഭേദിക്കുന്നത്? പോലീസിന്റെ വലയം ഭേദിക്കുന്നത് എങ്ങനെയാണ്? ദൃശ്യങ്ങൾ കാണാമല്ലോ. വനിതാ മന്ത്രിയുടെ മേത്തും തൊട്ടോ കഴുത്തിന് വേദന, കയ്യിലും പൊള്ളയായ വാദം ഇപ്പൊ പൊളിഞ്ഞല്ലോ. പിന്നെങ്ങനെയാണ് കഴുത്തിനും കൈക്കും പരിക്കേറ്റത്? എവിടെയും പൊളിഞ്ഞിട്ടില്ല. കൈക്കും കഴുത്തിനും പരിക്കേറ്റുണ്ട്. ഇപ്പൊ മെഡിക്കൽ ബുള്ളറ്റിൻ വരും. വധശ്രമത്തിന് പോലീസ് നേരത്തെ കേസെടുത്തിട്ടുണ്ട്. കണ്ണടച്ചിരുട്ടാക്കാൻ ബേസിൽ ശ്രമിക്കരുത്.